അവിടെ കടന്നു പോകുമ്പോൾ ഒരു ഓവർ ബ്രിഡ്ജിലൂടെ കടന്നു പോകുമ്പോൾ താഴെ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു. ഒരു റെയിൽവേ യാർഡ് നിറയെ നിരവധി ട്രെയിനുകൾ വന്ന് കിടക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ ട്രെയിനുകളെല്ലാം ഇവിടെ വന്ന് കിടക്കാൻ ഈ സ്റ്റേഷൻ അത്ര പ്രാധാന്യമുള്ളതൊന്നുമല്ല. ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷനോ ഇവിടെ നിന്ന് നിരവധി സ്ഥലങ്ങളിലേക്ക് ട്രെയിൻ ഉള്ളതുകൊണ്ടുമല്ല. സോവിയറ്റ് നാടുകളിൽ നിന്ന് പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് ട്രെയിനുകൾ യാത്ര ചെയ്യുന്ന ഒരു പാതയിലാണിത്. ഇവിടെ ഇത്രയും ട്രെയിനുകൾ വന്ന് കിടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബെലാറസിലും റഷ്യയിലും ഉള്ള റെയിൽവേ ട്രാക്കിനേക്കാൾ അല്പം ട്രാക്കിന്റെ വിട്ട് വ്യത്യാസമുള്ള ആളത്തിലേക്കാണ് പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് സഞ്ചരിക്കുമ്പോൾ യാത്ര ചെയ്യേണ്ടത്. അതായത് റഷ്യൻ ഭാഗത്തുനിന്ന് വരുന്ന ഓരോ ട്രെയിനും ഇവിടെ വരുമ്പോൾ ഈ സ്റ്റേഷനിൽ വെച്ച് അതിന്റെ ഗേജ് മാറ്റണം. അതായത് ഇതിന്റെ ചക്രങ്ങൾ മാറ്റി ഘടിപ്പിക്കണം. ഗേജ് ചേഞ്ചിങ് എന്ന് പറഞ്ഞ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അതൊരു പുതിയ അറിവായിരുന്നു. അതായത് നമ്മൾ സാധാരണഗതിയിൽ ബ്രോഡ് ഗേജിൽ നിന്ന് നാരോ ഗേജിലേക്കോ മീറ്റർ ഗേജിലേക്കോ മാറുമ്പോൾ തീവണ്ടി മാറി കയറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ട്രെയിൻ അവിടം വരെ ഓടിയെത്തിയതിനു ശേഷം അവിടെ വെച്ച് ഇതിന്റെ ഗേജ് മാറ്റുക, വീലുകൾ മാറ്റി സെറ്റ് ചെയ്തതിന് ശേഷം ഓരോ ബോഗിയുടെയും നിരവധിയായ വീലുകൾ സെറ്റ് ചെയ്യും. അതിന് കുറച്ച് സമയമെടുക്കും. അതുവരെ യാത്രക്കാർ ട്രെയിനകത്ത് വിശ്രമിക്കും. ഈ ഗേജ് ചേഞ്ച് ചെയ്ത് ട്രെയിൻ യാത്ര തുടരും. അപ്പോൾ ഗേജ് ചേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ് അത്രേ നമ്മൾ കണ്ടത്.